ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ഹോം മൈ ഹെവൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് സെൻറ്റർ ടേബിൾ ഡെക്കർ ഐഡിയാസ് ആണ് കേട്ടോ. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ലിവിങ് റൂമിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫർണിച്ചറാണ് സെൻറ്റർ ടേബിൾ. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ഒരു സെൻറ്റർ ടേബിളിന് വേണ്ടത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ന്യൂസ് പേപ്പറും റിമോട്ടും ഒക്കെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ മാത്രമായിട്ടാണ് നമ്മൾ അതിനെ യൂസ് ചെയ്യാറുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെൻറ്റർ ടേബിൾ ഡെക്കർ ഐഡിയാസ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം തന്നെ ഹോം ഓർഗനൈസേഷൻ, ഹോം ഡെക്കർ, ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയ വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഒരു ലിവിങ് റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആദ്യം എത്തുന്നത് അവിടുത്തെ സെൻറ്റർ ടേബിളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റർ ടേബിൾ നല്ല ഭംഗിയായിട്ടും നീറ്റായിട്ടും ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. പല ഷേപ്പിലുള്ള സെൻറ്റർ ടേബിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലും ഒക്കെ ഇന്ന് സെൻറ്റർ ടേബിൾസ് നമ്മൾക്ക് കാണാം. ഓരോ തീം അനുസരിച്ച്, ഇപ്പോൾ ഫെസ്റ്റിവൽസ് ആണെങ്കിൽ ഫെസ്റ്റിവൽ തീമിൽ, ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ, അങ്ങനെ ഡിഫറെൻറ്റ് തീമിലൊക്കെ നമുക്ക് ഒരു സെൻറ്റർ ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ആദ്യം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കുന്നത് ഒരു സെൻറ്റർ ടേബിളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് ബാസ്ക്കറ്റ്സും ട്രേസും ഒക്കെ നമുക്ക് ഒരു സെൻറ്റർ ടേബിൾ നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പല ടൈപ്പിലുള്ള ട്രേസ്, വുഡൻ ട്രേസോ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ട്രേസോ ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പലതരത്തിലുള്ള ബാസ്ക്കറ്റ്സും നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കോസ്റ്റേഴ്സ്. നമുക്കറിയാം, സെൻറ്റർ ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കോഫി ടേബിൾ എന്ന് പറയാറുണ്ട് അല്ലേ. നമ്മൾ ചെറിയൊരു കോഫിയും സ്നാക്കും ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ ടേബിൾ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കോഫിയും എല്ലാം നമ്മൾ ഡയറക്റ്റ് ടേബിളിൽ വെക്കാതെ ഇതുപോലത്തെ കോസ്റ്റേഴ്സിൽ വെക്കുമ്പോൾ ടേബിൾ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നല്ല ഭംഗിയായിട്ടും നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് പലതരത്തിലുള്ള പല ഡിസൈനിലും ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടുള്ളതും ഭയങ്കര സിമ്പിളായിട്ടൊക്കെ ഉള്ള പലതരത്തിലുള്ള കോസ്റ്റേഴ്സ് നമുക്കിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത്തരത്തിലുള്ള കോസ്റ്റേഴ്സും ഒരു സെൻറ്റർ ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് റണ്ണേഴ്സ് എന്ന് പറയുമ്പോൾ പല മെറ്റീരിയലിൽ, കോട്ടണിലും നോർമൽ സിൽക്കിലും ഒക്കെ നമുക്ക് റണ്ണേഴ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ടേബിളിൻ്റെ സൈസൊക്കെ അനുസരിച്ചുള്ള റണ്ണേഴ്സ് നമുക്ക് ഒരു ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. റണ്ണേഴ്സും അതെ, പല വെറൈറ്റിയിൽ, പല ഡിസൈൻസിൽ, സിമ്പിൾ ഡിസൈനായിട്ടും ഫെസ്റ്റിവൽ ഡിസൈൻസ് ഒക്കെ ആയിട്ടും ഇന്ന് റണ്ണേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു റണ്ണർ നമ്മുടെ ടേബിളിൽ ജസ്റ്റ് ഒന്ന് വിരിക്കുമ്പോൾ തന്നെ ആ ഒരു ടേബിളിന് നല്ലൊരു എലഗൻ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതുപോലെ കുറച്ച് ബേസിക് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റർ ടേബിൾ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. അടുത്തതായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെക്കർ ഐഡിയാസ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കർ ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലവർ വേസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റോ മാത്രം നമുക്കൊരു സെൻറ്റർ ടേബിളിൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റിന് പകരമായിട്ട് നമ്മൾ ഒരു മഗ്ഗിലോ അല്ലെങ്കിൽ ഒരു പോട്ടിലൊക്കെ നമ്മുടെ ഒറിജിനൽ പ്ലാന്റും നമുക്ക് സെൻറ്റർ ടേബിളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വാട്ടർ പ്ലാന്റ് ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമ്മൾ പോട്ടിൽ മണ്ണ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ സെൻറ്റർ ടേബിളിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് വെക്കാം. സാധാരണ ദിവസങ്ങളിൽ ഒരു സെൻറ്റർ ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു ട്രേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിമോട്ടുകളും അതുപോലെ തന്നെ കോസ്റ്റേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കർ ഐഡിയ. ഡെയിലി യൂസിനൊക്കെ നമുക്ക് ഇതുപോലെ ഒരു തീം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒരുപാട് ഡെക്കർ ഐറ്റംസ് ഒന്നും വെക്കാണ്ട് തന്നെ നമുക്ക് സെൻറ്റർ ടേബിൾ ഭംഗിയായി അറേഞ്ച് ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൽ യൂസ് ചെയ്യുന്ന ടേബിൾ മാറ്റുകളുണ്ടല്ലോ, അതും നമുക്ക് ഒരു സെൻറ്റർ ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ ഒരു ടേബിൾ മാറ്റിൽ മുകളിലായിട്ട് ചെറിയൊരു ട്രേയിൽ ജസ്റ്റ് 2 പ്ലാന്റുകൾ മാത്രം വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തുള്ളത്. അപ്പം തന്നെ അടുത്ത് ജസ്റ്റ് ഒരു കാൻഡിൽ ഹോൾഡറും കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. നമ്മുടെ കൈകളിൽ അത്യാവശ്യം ബ്രാസ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഉരുളി, ബ്രാസിൻ്റെ ട്രേ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഐറ്റംസും നമുക്ക് നമ്മുടെ സെൻറ്റർ ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രാസിൻ്റെ ട്രേയിൽ ജസ്റ്റ് ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബുദ്ധ സ്റ്റാച്ചു കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഭരണിയിലാണ് കേട്ടോ. അപ്പം തന്നെ ചെറിയൊരു വിളക്ക് വെച്ചിട്ടുണ്ട്. ആ വിളക്കിന് മുകളിലായിട്ട് ജസ്റ്റ് നമ്മുടെ ഒരു ഇലക്ട്രിക് കാൻഡിൽ കൂടെ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഒരു ഡെക്കർ ഐഡിയ ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ടേബിൾ റണ്ണർ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ജസ്റ്റ് നമ്മൾ റണ്ണർ ടേബിളിൽ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മൾ വെക്കുന്നത് 2 കാൻഡിൽസ് ആണ് കേട്ടോ. ഈ കാൻഡിൽസ് സെൻറ്റഡ് കാൻഡിലാണ്. അപ്പോൾ 2 കോർണറിലായിട്ട് 2 കാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നടുവിലായിട്ട് ജസ്റ്റ് ഒരു ബോട്ടിൽ ഒരു പ്ലാന്റ് കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഈവനിങ് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഈവനിങ് പാർട്ടിയൊക്കെ വീട്ടിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു തീം നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ബുക്ക് കളക്ഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബുക്കുകൾ നമുക്ക് സെൻറ്റർ ടേബിൾ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ബുക്കൊക്കെ വായിക്കുന്നവരാണെങ്കിൽ നമ്മൾ ടേബിളിൽ തന്നെ ഇതുപോലെ ബുക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എടുത്ത് വായിക്കാനും ഈസി ആയിരിക്കും. നമ്മുടെ ടേബിൾ നല്ല നീറ്റായിട്ടും ഭംഗിയായിട്ടും നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാനും പറ്റും. ഇവിടെ ഞാനൊരു ട്രേയിലാണ് ബുക്കെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ പ്ലാന്റും കുറച്ച് ഫെയറി ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നമുക്ക് നമ്മുടെ സെൻറ്റർ ടേബിൾ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.